ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ അമ്മേ, കിട്ടുന്നില്ലേ? ഇല്ല മോളെ, ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. കോടതിയിൽ വാദം കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാ പിന്നെ ഒരു ടാക്സി വിളിച്ച് നമുക്കങ്ങ് പോയാലോ? മോള് വരെ സമയായി. അവള് സ്കൂളിൽ നിന്ന് വരുമ്പോ ഞാനിവിടെ ഉണ്ടാവണം. നേരത്തെ വിളിച്ചപ്പോ എന്നോട് ഇപ്പൊ ഇറങ്ങുന്ന അവൻ പറഞ്ഞത്. എന്തായാലും അവൻ തിരിച്ചു വിളിക്കും. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ആരാ ഇത്? ഗോകുലാണോ? അല്ല, ഇത് വേറൊരാളാ. ഹലോ രാജീവേട്ട, എത്ര നാളായി ഒന്ന് വിളിച്ചിട്ട്? എന്നെ കുറിച്ച് രാജീവേട്ടന് ഇപ്പൊ ഒരു ചിന്തയില്ല. എന്റെ തിരക്ക് നിനക്ക് അറിഞ്ഞൂടെ മോളെ? മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരെ പോലല്ല പോലീസിന്റെ ജോലി. എല്ലാവർക്കും 8 മണിക്കൂറാണ് ഡ്യൂട്ടിയെങ്കിൽ പോലീസുകാർക്ക് 24 മണിക്കൂറാണ് ഡ്യൂട്ടി. എന്നിട്ട് നാട്ടുകാരുടെയും മേലുദ്യോഗസ്ഥരുടെയും ചാനലുകാരുടെയും തെറിവിളി മടുത്തു. അതിനിടയില് നീയും കൂടെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ? ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. എനിക്ക് പിന്നെ വിഷമമൊന്നുമില്ലെന്നാണോ നീ പറയുന്നത്? സത്യം? രാജീവേട്ടൻ സത്യം പറഞ്ഞാണോ? പിന്നെ ഞാൻ നിന്നോട് കള്ളം പറയൂ? കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞൊക്കെ നിന്നോടൊപ്പം ഇരിക്കാനും ഇടയ്ക്ക് നിന്നെയും കൂട്ടി ഒന്ന് പുറത്തു പോകാനും ഒരു സിനിമയൊക്കെ കാണാനും റെസ്റ്റോറന്റിലൊക്കെ പോകാനും എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ജോലി പോലീസിലായിപ്പോയല്ലോ. ഈ കടമെല്ലാം കൂടെ ചേർത്ത് നിനക്ക് ഞാൻ തരുന്നുണ്ട്. ഒന്ന് പോ രാജീവേട്ട. ഈ കഷ്ടപ്പാടെല്ലാം നമുക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഒരു ആശ്വാസം. പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ അതിനാ നിന്നെ ഇപ്പൊ വിളിച്ചത്. എന്താ രാജീവേട്ട? നിന്റെ ആംഗ്ല ഉണ്ടല്ലോ, എന്റെ ഭാവി അളിയൻ, അവനെന്ന് എനിക്ക് ഒരു മുട്ടം പണി തന്നു. ഗോകുലോ? എന്താ കാര്യം? പ്രതിഭാഗവുമായി ഒത്തുകളിച്ച് ഒരു കൊലക്കേസിലെ പ്രതിയെ ഈസി ആയിട്ട് അവൻ രക്ഷിച്ചുകൊണ്ടുപോയി. ഇതിലിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? ഇതിൽ നീ സഹായിച്ചാൽ മാത്രമേ എനിക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എന്റെ ജോലി പോവും. ആ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാ. ആ സമയത്ത് അല്പം ബലംപിടുത്തം അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ലോക്കപ്പിലും 1-2 പൊട്ടിക്കേണ്ടി വന്നു. നിന്റെ ചേട്ടൻ അതെല്ലാം കൂടെ ചേർത്ത് എനിക്കെതിരെ പോലീസ് ബ്രൂട്ടാലിറ്റി എന്ന് പറഞ്ഞ് വാദിച്ചാൽ പിന്നെ നാളെ നിന്നെ പോറ്റാൻ എനിക്ക് വേറെ ജോലിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിനക്ക് മാത്രമേ ഇപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. രാജീവേട്ടൻ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. ഹോസ്പിറ്റലിൽ വെച്ച് അവനെ അറസ്റ്റ് ചെയ്തതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അത് മാച്ച് കളയണം.